നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിലൊന്നാണ് സൗദി അറേബ്യ. രാജ്യത്തെ ജനങ്ങളുടെ മാത്രമല്ല, അവിടേക്ക് എത്തുന്നവരുടെ സുരക്ഷയും കൂടി പരിഗണിച്ചാണ് മിക്ക നിയമങ്ങളും സൗദി നടപ്പിലാക്കുന്നത്. രാജ്യത്ത് ഇപ്പോൾ ഹജ്ജ് സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി നിരവധി സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടേക്ക് എത്തുന്നവർക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനൊക്കെ പുറമെ തീർത്ഥാടകരുടെ ആരോഗ്യത്തിനു കൂടി പ്രാധാന്യം പരിഗണിച്ചുള്ള തീരുമാനമാണ് ഇപ്പോൾ സൗദി സ്വീകരിച്ചിരിക്കുന്നത്. തീർത്ഥാടകർക്ക് ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നതിനെതിരെ സൗദി കർശന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. തീർത്ഥാടകർക്ക് മായം കലർന്ന ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്യുന്നത് കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങളോ മറ്റോ ശ്രദ്ധയിൽപ്പെട്ടാൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. ആരോഗ്യകരമല്ലാത്ത ഭക്ഷണം വിതരണം ചെയ്യുന്നതിനെതിരെ സൗദി അറേബ്യയിലെ പബ്ലിക് പ്രോസിക്യൂഷനാണ് കർശന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങൾ ലംഘിക്കുന്നത് വലിയ കുറ്റകൃത്യമായി കണക്കാക്കുകയും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുമെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു. കുറ്റം തെളിയിക്കപ്പെട്ടാൽ ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങൾ ലംഘിക്കുന്നവർക്ക് 10 വർഷം വരെ തടവും 10 ദശലക്ഷം റിയാൽ വരെ പിഴയും ചുമത്തും. ഭക്ഷ്യ നിയമത്തിലെ ആർട്ടിക്കിൾ 36 അനുസരിച്ച് ഭക്ഷ്യസുരക്ഷാ നിയമങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങളിൽ അന്വേഷണം ഏറ്റെടുത്ത് നടത്തുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ അഭിപ്രായപ്പെട്ടു. നിയമലംഘകരുടെ ലൈസൻസ് റദ്ദാക്കുകയും ഭക്ഷണവുമായി ബന്ധപ്പെട്ട ജോലികളും പ്രവർത്തനങ്ങളും ചെയ്യുന്നതിൽ നിന്ന് അവരെ തടയുകയും ചെയ്യും. ഇതുകൂടാതെ കോടതി കുറ്റക്കാരായി കണ്ടെത്തുന്നവരെ കുറിച്ച് സ്വന്തം ചെലവിൽ സമൂഹ മാധ്യമങ്ങളിൽ പേര് പരസ്യപ്പെടുത്തുന്നത് നാണക്കേടുണ്ടാക്കുമെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, തീർത്ഥാടകരുടെ ക്യാമ്പുകളിലും സർക്കാർ ഏജൻസികളുടെ ഓഫീസുകളിലും എല്ലാത്തരം വലിപ്പത്തിലുള്ള പാചകവാതക സിലിണ്ടറുകളുടെയും പ്രവേശനവും ഉപയോഗവും നിരോധിച്ചതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് അറിയിച്ചിരുന്നു. ഹജ്ജ് സീസണിൽ പുണ്യസ്ഥലങ്ങളിൽ LPG പ്രവേശനവും ഉപയോഗവും നിരോധിക്കാനുള്ള തീരുമാനം സുരക്ഷാ അധികാരികളുമായി ഏകോപിപ്പിച്ച് നടപ്പാക്കും. പാചക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്ന ഗ്യാസ് സ്റ്റൗകളും സിലിണ്ടറുകളും ഉൾപ്പെടെയുള്ള എല്ലാ നിരോധിത വസ്തുക്കളും കണ്ടുകെട്ടുമെന്ന് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിയമങ്ങളും ചട്ടങ്ങളും ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടായിരിക്കുമെന്നും സിവിൽ ഡിഫൻസ് അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.